സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് നോർത്ത് കൊറിയൻ അംബാസിഡർ ഷോ ഹുങ് ഷോൾ AKG ഭവനിൽ എത്തിയാണ് അനുശോചനം അറിയിച്ചത്. കൊറിയൻ വർക്കേഴ്സ് പാർട്ടിയുടെ അനുശോചന സന്ദേശവും കൈമാറി. വിഷ്ണു തലവൂരുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു. ദേശീയ നേതാക്കളുമായി മാത്രമല്ല അന്താരാഷ്ട്ര നേതാക്കളുമായി അടക്കം ബന്ധമുണ്ട ആളായിരുന്നു മരണപ്പെട്ട യെച്ചൂരി. വിശദാംശങ്ങൾ. ആവണി, സീതാറാം യെച്ചൂരി ദേശീയ നേതാക്കളുമായി പുലർത്തിയതുപോലെ വലിയ ബന്ധങ്ങൾ തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിലും പുലർത്തിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിരവധി വിദേശ രാജ്യ പ്രതിനിധികളൊക്കെ AKG ഭവനിലേക്ക് എത്തിയത് നമ്മൾ കണ്ടതാണ്. അല്പം മുന്നെയാണ് നോർത്ത് കൊറിയൻ അംബാസഡർ AKG ഭവനിലേക്ക് എത്തി അനുശോചനം രേഖപ്പെടുത്തിയത്. നോർത്ത് കൊറിയൻ അംബാസഡർ ഷോ ഹി ഷോൽ കുറച്ചു മുന്നെയാണ് ഇത്തരത്തിൽ AKG ഭവനിലേക്ക് എത്തി അനുശോചനം രേഖപ്പെടുത്തുകയും നേതാക്കളുമായി പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. ആ കൂടിക്കാഴ്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ അനുശോചന സന്ദേശം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊറിയൻ വർക്കേഴ്സ് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെയും ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയയുടെ അംബാസഡർ അനുശോചന സന്ദേശവും സീതാറാം ഈ ഒരു അവസരത്തിൽ MA ബേബിക്ക് കൈമാറുകയുണ്ടായി. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി വിദേശ പ്രതിനിധികൾ ഇങ്ങോട്ടേക്ക് യെച്ചൂരിക്ക് അനുശോചനം രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. നേപ്പാൾ മുൻ പ്രധാനമന്ത്രി മാധവ് കുമാർ നേപ്പാൾ മുൻ ഉപപ്രധാനമന്ത്രി ഈശ്വർ പൊഖ്രിയാൽ, നേപ്പാൾ ടൂറിസം മന്ത്രി ബദ്രി പ്രസാദ് പാണ്ഡെ, ചൈനീസ് അംബാസഡർ സു ഫിഹോങ്, ക്യൂബൻ അംബാസഡർ ഇൻചാർജ് ആബേൽ, റഷ്യൻ അംബാസഡർ ഡെന്നിസ് അലിപ്പോവ്, സിറിയൻ അംബാസഡർ ബസം അൽ ഖത്തീഫ് ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ യെച്ചൂരിക്ക് അനുശോചനം രേഖപ്പെടുത്താൻ നേരത്തെ AKG ഭവനിലേക്ക് എത്തിയിരുന്നു. എന്തായാലും ഇപ്പോഴും ഈ വിദേശ പ്രതിനിധികൾ AKG ഭവനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആവണി. ശരി, വിഷ്ണു തലവൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.